ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലാക്ക് ക്ലോവർ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 2 41ാമത്തെ എപ്പിസോഡാണ്. സോ ഇനി ഈ സീസണിൽ 8 എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. ആ 8 എപ്പിസോഡും നമ്മൾ ഇതുവരെ കണ്ട എപ്പിസോഡ്സിനേക്കാൾ ഒരുപാട് മികച്ചതായിരിക്കും. അപ്പോൾ സമയങ്ങളെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആസ്തയും മറ്റു റോയൽ നൈറ്റ്സും ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ഹൈഡൌട്ട് ആക്രമിക്കുന്നതാണ്. എന്നാൽ അതേസമയം റോയൽ ക്യാപിറ്റലിൽ വെച്ച് ജൂലിയസിന് തന്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കുവാണ് വില്യം. ജൂലിയസിന്റെ കയ്യിലിരിക്കുന്ന ബാക്കി 2 മാജിക് സ്റ്റോൺ എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ ലിച്ച്. എന്നാൽ ക്ലോവർ കിങ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ മാച്ച് ആയിട്ടുള്ള വിസാർഡ് കിങ്ങിന്റെ പവർ കണ്ട് വായും പൊളിച്ച് നോക്കി നിൽക്കുവാണ് അവൻ. ഒരു വിസാർഡ് കിങ് എന്ന നിലയിൽ ഈ രാജ്യത്തെയും അവിടുത്തെ ജനങ്ങളെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും എന്ന് ഇതൊക്കെ കേട്ട് തോറ്റു കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ലിച്ച്. ക്ലോവർ കിങ്ഡത്തിലെ എല്ലാ ജനങ്ങളെയും ഇല്ലാതാക്കാൻ അവൻ തീരുമാനിക്കുന്നു. ഇത് കണ്ട് വളരെ വേഗത്തിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് യാമി. ഇതാ എല്ലാ മനുഷ്യരെയും ശിക്ഷിക്കാനുള്ള സമയമായിരിക്കുന്നു. ലൈറ്റ് മാജിക്, ആരോസ് ഓഫ് ജഡ്ജ്മെന്റ്, ടൈം റിവേഴ്സൽ മാജിക്, ക്രോണോ അനസ്റ്റീസിസ്. സോ ക്ലോവറിലെ ആളുകളെ രക്ഷിക്കാൻ ജൂലിയസ് താൻ ഇതുവരെ സേവ് ചെയ്ത് വെച്ച ടൈമും മാജിക്കും ഉപയോഗിക്കുന്നു. എന്നാൽ ലിച്ച് ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു. ഞാൻ ഈ അറ്റാക്ക് ചെയ്യുന്നത് നീ മുൻപേ തന്നെ കണ്ടു കാണും. എന്നാൽ ഇത് തടയാൻ നീ ശ്രമിച്ചിരുന്നെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളെ രക്ഷിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ലായിരുന്നു. ബിക്കോസ് നീ ഒരു വിസാർഡ് കിങ് ആണ് എന്ന് പറഞ്ഞ് അവൻ വിസാർഡ് കിങ്ങിനെ താഴെയിടുന്നു. ഇവിടെ എന്താണ് നടക്കുന്നത്? പറ വാഞ്ചൻസ്. ഹേ യാമിസുക്കി ഹീറോ, നിനക്ക് തെറ്റി. ഞാനാണ് ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ ലിച്ച്. നിങ്ങളുടെ ഒക്കെ വില്യം എന്റെ ഉള്ളിൽ അഗാധമായ ഉറക്കത്തിലാണ്. സോ വിസാർഡ് കിങ്ങിന്റെ അവസാന നിമിഷങ്ങൾ കണ്ട വില്യമിന്റെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നു. ഇത് കേട്ട് യാമിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇല്ല, ഇങ്ങനെ സംഭവിക്കില്ല. ഇല്ല ജൂലിയസ്. ഏയ് മിണ്ടാണ്ടിരിക്കും മാക്സ്, ഇത് കരയാനുള്ള സമയമല്ല. പെട്ടെന്ന് തന്നെ ആ ഓവൻ ക്വാക്കിനെ കൊണ്ടുവാ. കുറച്ചു നിമിഷം കാത്തിരിക്കും ജൂലിയസ്, അവർ പെട്ടെന്ന് തന്നെ നിന്നെ ഹീൽ ചെയ്യാൻ വരും. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ഇവൻ മരിക്കും. അവസാന നിമിഷം വരെ നീ നിന്റെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്തു. സോ എനിക്ക് നിന്നോട് ഒരുപാട് ബഹുമാനം തോന്നുന്നു വിസാർഡ് കിങ് ജൂലിയസ് നോവ ക്രോണോ. പെട്ടെന്നാണ് ലിച്ചിനെ കൊണ്ടുപോവാൻ വാൾട്ടോസ് അങ്ങോട്ട് വരുന്നത്. ഇല്ല, ഡാർക്ക് മാജിക്, ഡാർക്ക് ക്ലോക്ക്. നമ്മുടെ ആളുകൾ പരസ്പരം മനസ്സിലാക്കുന്ന അവസാനത്തെ നിമിഷമാണിത്. ഡയമെൻഷൻ സ്ലാഷ്. അവർ രക്ഷപ്പെട്ടു. പെട്ടെന്ന് തന്നെ യാമി ജൂലിയസിന്റെ അടുത്തോട്ട് ചെല്ലുന്നു. യാമി, ആ സ്പെൽ ശരിക്കും വളരെ മനോഹരമായിരുന്നു. സ്ലൈസിംഗ് ത്രൂ സ്പേസ് തന്നെയാണോ? കമോൺ, ഇത് അതിനുള്ള സമയമല്ല ജൂലിയസ്. നീ ശരിക്കും ഒരു മാജിക് നൈറ്റ് ആയി മാറിയിരിക്കുന്നു. കമോൺ, എനിക്ക് 28 വയസ്സായി. ഞാനൊരു കുട്ടിയൊന്നുമല്ല. അതെ, ഇനി വരാനിരിക്കുന്ന ജനറേഷൻ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അവരടങ്ങുന്ന എല്ലാ മാജിക് നൈറ്റ്സിനെയും എനിക്ക് വിശ്വാസമുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ഹൈഡൌട്ടിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറിലിയോണേനെയാണ്. മാനാസോൺ ഉപയോഗിച്ച് ആ തേർഡ് ഐനെ അറഞ്ചം പറഞ്ചും ഇടിക്കുന്നു. ഇത് കണ്ട് സോറയ്ക്കും ആസ്തയ്ക്കും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഫാസ്റ്റ് മൂവ്മെന്റോ റിക്കവറി മാജിക്കോ ഉപയോഗിക്കാൻ സമയമില്ല. ശരി, ഞാനത് പൂർത്തിയാക്കി. നിങ്ങൾ ശരിക്കും വളരെ സ്ട്രോങ് ആണ്. പക്ഷേ യഥാർത്ഥ സ്ട്രെങ്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. സോ പെട്ടെന്നാണ് റായ സെൽഫ് ഡിസ്ട്രാക്ട് സ്പെൽ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്നെ ഇല്ലാതാക്കുന്നതിന് മുൻപ് നിങ്ങളെ ഇല്ലാതാക്കിയിട്ടേ ഞാൻ ഇവിടെ നിന്നും പോകൂ. ഇത് കേട്ട് മെറിലിയോണ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. പക്ഷെ പെട്ടെന്നാണ് ആസ്ത തന്റെ സോഡ് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. മെറിലിയോണയാണ് അവനെ അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ അവിടെ വലിയൊരു ബ്ലാസ്റ്റ് തന്നെ നടക്കും. അതിൽപ്പെട്ട് അവരെല്ലാവരും ഇല്ലാതാകും. എന്നാൽ ഇത് നേരത്തെ മനസ്സിലാക്കിയ ആസ്ത തന്റെ ആന്റി മാജിക് സോഡ് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സ്പെല്ല് ഉപയോഗിച്ച മറ്റ് 2 പേരെയും ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ നിന്റെ ജീവിതം നീ ആയിട്ട് ഇല്ലാതാക്കരുത്, മനസ്സിലായോടാ എന്ന് പറഞ്ഞ ആസ്ത അവനെ ഒറ്റ അടി അങ്ങ് അടിക്കുന്നു. വേണ്ടെന്ന് വിചാരിക്കുമ്പോ നീയൊക്കെ തലേ കയറി നിരങ്ങുന്നോ? ഇവിടെ മനുഷ്യരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും സ്വയം ഇല്ലാതാവാൻ ശ്രമിക്കുന്നതും ഒക്കെ എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലടാ പട്ടികളെ. ആദ്യം നീയൊക്കെ ആരാണെന്നും ഇതെന്തിനാണ് ചെയ്യുന്നതെന്നും പറ. എന്നാ എന്റെ കഥ ഞാൻ നിന്നോട് പറയാം. അത് തീരുന്നത് വരെ ഇവിടെ ആരും മരിക്കില്ല, മനസ്സിലായല്ലോ? എന്നാ തന്റെ അനുവാദം ഇല്ലാതെ യുദ്ധത്തിൽ ഇടപെട്ട ആസ്തയുടെ അടുത്തോട്ട് വരുവാണ് മെറിലിയോണ. ആദ്യം ഐ ഓഫ് ദ മിഡ്നൈറ്റ് സൺ ഈ രാജ്യത്തെ മുഴുവൻ കൺഫ്യൂഷനാക്കി അതിലെ ജനങ്ങൾക്ക് ഒരുപാട് നഷ്ടമുണ്ടാക്കി. അവർ ഒരിക്കലും നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. സോ മാറി നിൽക്ക് എന്ന് പറഞ്ഞ് മെറിലിയോണ ആസ്തയെ എടുത്ത് എറിയുന്നു. ഇവരെ മുഴുവൻ ഇല്ലാതാക്കുക അല്ലാതെ നമ്മുടെ കയ്യിൽ വേറെ വഴിയില്ല. പക്ഷെ എന്തിന്? നമുക്കെന്തുകൊണ്ട് അവരെ മനസ്സിലാക്കിക്കൂടാ? അവരും നമ്മളും ഏകദേശം ഒരുപോലെയല്ലേ? 2 പേർക്കും വേണ്ടപ്പെട്ടതെന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പരസ്പരം ക്ഷമിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഫൈറ്റ് ചെയ്തത്. 2 പേരുടെയും ദേഷ്യവും വെറുപ്പൊക്കെ അവരെങ്ങനെ ഇല്ലാതാക്കും?
ഒരു മണ്ടനായ എനിക്ക് ഇതിനുള്ള ഉത്തരം ഒരിക്കലും പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നമുക്കത് ചെയ്യാൻ സാധിക്കും. നമ്മളാണ് അത് ചെയ്യേണ്ടത്. എന്റെ ലക്ഷ്യം, ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ച ആ ഫ്യൂച്ചർ, അതിലോട്ട് ഇനി അത്ര ദൂരമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ റോയൽറ്റിയോ നോബിലിറ്റിയോ സിറ്റീസണോ കോമണറോ ഹ്യൂമണോ ആയിക്കോട്ടെ, നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്ന ആ ഫ്യൂച്ചർ, വിവേചനവോ വെറുപ്പോ ഇല്ലാത്ത ഒരു രാഷ്ട്രം, ഇതൊരു സ്വതന്ത്ര രാജ്യമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ എല്ലാവരും പരസ്പരം അംഗീകരിച്ച് ഒരുമിച്ച് സന്തോഷിക്കണം. ഞാൻ വിസാർഡ് കിങ് ആയാൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന രാജ്യം അങ്ങനെയായിരിക്കും. ഇത് കേട്ട് റായയെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പണ്ട് ഇതുപോലെ ഒരാൾ പറഞ്ഞിരുന്നു, ഈ കുട്ടിയാണ് നമ്മുടെ ഫ്യൂച്ചർ, എൽഫും മനുഷ്യനും തമ്മിലുള്ള പാലം. ലീച്ച് തെറ്റിയ കൺഗ്രാറ്റുലേഷൻസ്. എല്ലാ മനുഷ്യരും ഇവരെ പോലെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ. ഇല്ല, സമയം ഒരുപാട് വൈകിയിരിക്കുന്നു എന്ന് റായ ചിന്തിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. ഹാജ് വില്ലേജിലുള്ള ആ സ്കെൽട്ടന്റെ അകത്തോട്ട് വരുവാണ് ലീച്ച്. അതിനുള്ള സമയമായി. ഇനി ഞങ്ങളെ തടയാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. പിന്നീട് നമ്മൾ കാണുന്നത് വിസാർഡ് കിങ്ങിനെയാണ്. ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ ശരിക്കും വളരെ പവർഫുള്ള. ആ മാജിക് സ്റ്റോൺ ഉപയോഗിക്കാതെ തന്നെ ഈ രാജ്യത്തെ എല്ലാവരെയും കൊല്ലാനുള്ള ശക്തി അവന്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ മറ്റെന്തിന്റെങ്കിലും പുറകിലാണെങ്കിൽ ഇനി ഈ രാജ്യത്ത് വളരെ വലിയ കാര്യങ്ങൾ സംഭവിക്കും. ആ സ്റ്റോണുകൾ അവൻ എടുത്തുകൊണ്ടുപോകാൻ ഞാൻ സമ്മതിച്ചതിന് എന്നോട് ക്ഷമിക്കണം. അതൊരു ഫെയിലിയർ ആയിരുന്നു. വിസാർഡ് കിങ് ആയി എനിക്ക് ഒരിക്കലും പറ്റാൻ പാടില്ലാത്ത തെറ്റ്. ഇല്ല, നിങ്ങൾ ഈ രാജ്യത്തെ ആയിരക്കണക്കിന് പേരെ രക്ഷിച്ചു. നിങ്ങൾ ഒരിക്കലും ഒരു ഫെയിലിയർ അല്ല എന്ന് യാമി അവരോട് പറയുന്നു. ഇതേ സമയമാണ് മാർക്സ് അവനെയും കൂട്ടി വളരെ വേഗത്തിൽ വിസാർഡ് കിങ്ങിന്റെ അടുത്തോട്ട് വരുന്നത്. ഈ വാർത്ത അറിഞ്ഞ് മാർക്സിന് ശരിക്കും എന്നോട് ദേഷ്യം തോന്നും. ഏറ്റവും വലിയ നാണക്കേട് എന്താന്ന് വെച്ചാൽ ഫെഗോലിൻ ഉണരുന്ന സമയത്ത് എനിക്ക് അവിടെ ഉണ്ടാവാൻ സാധിക്കില്ല. യാമി, എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറയണമെന്നുണ്ട്. ഇല്ല, അങ്ങനെ സംസാരിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല. കാരണം ഞാൻ ഇപ്പോഴും. ഹേയ്, അവനെ നോക്ക്. അവൻ ഇവിടെ ഉള്ളതല്ല, അവൻ മറ്റേതോ രാജ്യത്തു നിന്നും ഇങ്ങോട്ട് വന്നതാ. ഇവനെ പോലെയുള്ളവന്മാരൊക്കെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? സ്വന്തം നാട്ടിലോട്ട് പൊക്കൂടെ? ഹേയ്, അത് ഡാർക്ക് മാജിക് ആണോ? അത് ശരിക്കും വേറെ ലെവലാ. ഞാൻ ഇതുപോലെ ഒന്ന് മുൻപ് കണ്ടിട്ടേയില്ല എന്ന് ജൂലിയസ് അവനോട് പറയുന്നു. നിങ്ങൾ ആരാ? ഞാനൊരു മാജിക് നൈറ്റാ. ഇതുവഴി നടന്നു പോയപ്പോ ഞാൻ നിന്നെ കണ്ടു. ഓ, ഈ മാജിക് നൈറ്റ് എന്ന് വെച്ചാ എന്താ? അത് പിന്നെ നീ എന്റെ കൂടെ വാ, ഞാൻ നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ ജൂലിയസ് അവൻ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ജൂലിയസിന്റെ കൂടെ ആദ്യം സ്ക്വാഡിൽ ജോയിൻ ചെയ്തപ്പോഴും അവൻ വളരെയധികം കോൺഫിഡന്റ് ആയിരുന്നു. ഹേയ്, ഇന്നു മുതൽ ബ്ലാക്ക് ബുൾസിന്റെ ക്യാപ്റ്റൻ നിങ്ങളാണ്. ബെസ്റ്റ് ഓഫ് ലക്ക് യാമി. യാമി, ബാക്കി ഞാൻ നിനക്ക് വിട്ടുതരുന്നു. ഇത് കേട്ട് യാമിയെ കൊണ്ട് സഹിക്കാൻ സാധിക്കുന്നില്ല. ഒന്ന് പൊട്ടിക്കരയാൻ പോലും അവനെ കൊണ്ട് പറ്റുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ വാക്ക് തരുന്നു. അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കാണുന്നത്. വിസാർഡ് കിങ്ങിന്റെ നെറ്റിയിലുണ്ടായിരുന്ന ആ മാർക്സ് മാഞ്ഞു പോകുന്നു. എനിക്കിപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നു. ഒരുപാട് തരത്തിലുള്ള സ്പെല്ലുകൾ കാണാൻ സാധിച്ചു. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. എ ഗുഡ് ലൈഫ്. ജൂലിയസ് അവിടെ വെച്ച് ചിരിച്ചുകൊണ്ട് എന്നേക്കുമായി വിസാർഡ് കിങ് ക്ലോവർ കിണ്ടത്തെ വിട്ടു പോകുന്നു. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട മൈ ഫ്രണ്ട്. നിനക്ക് വേണ്ടി ഈ രാജ്യത്തെ ഞങ്ങൾ സേഫ് ആക്കും. പിന്നീട് നമ്മൾ കാണുന്നത് സ്പെഷ്യൽ മാജിക് ഉപയോഗിക്കുന്ന കോബിനെയാണ്. കുറച്ച് മണിക്കൂറുകളായി അവൻ ആ മാജിക് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതെങ്ങനെ തന്നെ പിടിച്ചു നിൽക്കാൻ ശരിക്കും വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ ഒരിക്കലും പരാതിപ്പെടില്ല. എല്ലാവരും അവരുടെ ജീവൻ പോലും പണയം വെച്ച് മിഡ്നൈറ്റ് സണ്ണുമായി പോരാടുന്നു. ക്ലോവർ കിണ്ടത്തിന്റെ ഭാവി ഇപ്പോ അപകടത്തിലാണ്. തീർച്ചയായിട്ടും ഞാൻ എന്റെ ബെസ്റ്റ് തന്നെ കൊടുക്കും. ഇതേ സമയമാണ് മിഡ്നൈറ്റ് സൺ ഹൈഡൌട്ടിന്റെ സെന്റർ ഭാഗത്തോട്ട് യൂനോയും മറ്റുള്ളവരും എത്തുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ആ എനർജി അവിടെ നിന്നുമാണ് വരുന്നത്. ഹേ ഗായ്സ്, സൂക്ഷിക്കണം എന്ന് വിളിച്ചു പറയുവാണ് മിമോസ. നമ്മൾ ആർക്കെതിരെയാണ് നിൽക്കുന്നത് എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല. തോൽക്കാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല ഞാൻ എന്ന് പറയുവാണ് യൂനോ. സോ ഹൈഡൌട്ടിന്റെ സെന്റർ ഭാഗത്തോട്ട് എത്തി അവർ കാണുന്നത് ഒരു വ്യക്തിയെയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു സ്വാഡും നിൽക്കുന്നുണ്ട്. അവിടുത്തെ എനർജി അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിന്റെയും അപ്പുറമായിരുന്നു. ഇതേ സമയം ലീച്ച് തങ്ങളുടെ കയ്യിലുള്ള അവസാനത്തെ മാജിക് സ്റ്റോൺസും ആ ടാബ്ലറ്റിൽ പ്ലേസ് ചെയ്യുന്നു. തങ്ങളുടെ കയ്യിലുള്ള പവേഴ്സ് എല്ലാം വർദ്ധിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ലാഗ്രസും സാലിയും റേഡീസും സന്തോഷിക്കുന്നു. ഹേയ്, നിർത്ത്. ഈ പുതിയ മാജിക് പവർ അത് മാസ്റ്റർ ലിച്ച് വിചാരിച്ചതുപോലെ ഒരു പുതിയ രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ളതാണ്. ഒരുപക്ഷെ ഞങ്ങൾ നിങ്ങളെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഏകാന്തതയിൽ നിഷേധിക്കപ്പെട്ടവരായിരിക്കും ഞങ്ങൾ. ഞങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങളുടെ ഐ ഓഫ് ദ മിഡ്നൈറ്റ് സൺ എന്ന ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആക്കാനായിരുന്നു. നിങ്ങളുടെ കൂടെ കഴിയാനും നിങ്ങളെ സഹായിക്കാൻ സാധിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
അതെ, ഇനി അങ്ങോട്ടും ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറ്റാനുള്ള സമയമായിരിക്കുന്നു. ഞങ്ങളുടെ യഥാർത്ഥ രൂപത്തിലോട്ട് മാറാനും ഞങ്ങളുടെ പുതിയ രാഷ്ട്രം കെട്ടിപ്പടുക്കാനുമുള്ള സമയം. ഇതുവരെ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ ലിച്ച് ആയിട്ടാണ്. എന്നാ ഇപ്പോ എന്റെ മനസ്സ് പറയുന്നത് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ അത്യാഗ്രഹം കൊണ്ടും സ്വാർത്ഥത കൊണ്ടും മറ്റുള്ളവരെ ദ്രോഹിക്കാതെ പ്രവർത്തിച്ചു. എല്ലാത്തിനുമുപരി നിങ്ങൾ നിങ്ങളുടെ വേദന മാത്രമാണ് മനസ്സിലാക്കുന്നത്. ഹ്യൂമൻസ് ആയ നിങ്ങൾ മറ്റു ഹ്യൂമൻസിനോട് വിവേചനം കാണിക്കുന്നു, അസൂയപ്പെടുന്നു, അവരെ ആക്രമിക്കുന്നു. പിന്നെ നിങ്ങളുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ബഹുമാനത്തിൽ നിങ്ങളുടെ സ്വന്തം വീക്ക്നെസ്സിനെയും പാപങ്ങളെയും നിങ്ങൾ ന്യായീകരിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം വൃത്തികെട്ടൊരു നിമിത്തം മാത്രമായിരുന്നു. മനുഷ്യരായ നിങ്ങൾ ശരിക്കും വെറും വിഡ്ഢികളാണ്. സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മറ്റു മനുഷ്യരെ ദ്രോഹിക്കുന്നവരാണ്. ഇത് കേട്ട് അവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഇവിടെ വെച്ചാണ് ഞാൻ നിങ്ങളോട് വിട പറയാൻ പോകുന്നത്. ഈ പുനർജന്മത്തിന്റെ അടിസ്ഥാനം അത് നിങ്ങളായിരിക്കും എന്ന് പറഞ്ഞ അവസാനത്തെ സ്റ്റോണും അതിൽ വെക്കുവാണില്ലേ. അതുമൂലമുണ്ടായ ആ ശക്തമായ പ്രകാശം ക്ലോവർ കിണ്ണത്തിലെ എല്ലാവരും കാണുന്നുണ്ട്. ഇതേ സമയം മിഡ്നൈറ്റ് സണ്ണിന്റെ ഹൈഡോട്ടിലുണ്ടായിരുന്ന ആ പേഴ്സന്റെ ചുറ്റും ഉണ്ടായിരുന്ന പ്രകാശവും വളരെ ശക്തിയായി പ്രകാശിക്കുന്നു. ആസ്റ്റയുടെ മുമ്പിൽ അടികൊണ്ട് കിടക്കുന്ന റായയ്ക്ക് ചുറ്റും ആ പ്രകാശം വരുന്നു. അത് തുടങ്ങിയെന്ന് തോന്നുന്നു. ഇവിടെ വെച്ചാണ് യഥാർത്ഥ രൂപവും യഥാർത്ഥ ശക്തിയും ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. ഹേ, എന്താ ഇവിടെ നടക്കുന്നേ എന്ന് മിമോസ ചോദിക്കുന്ന സമയത്താണ് അവരുടെ മുമ്പിലുണ്ടായിരുന്ന പേഴ്സൺ കണ്ണ് തുറക്കുന്നത്. ഈ പവർഫുൾ ആയിട്ടുള്ള പവർ അതൊരു മനുഷ്യന്റേതല്ല. ഹേ, ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് മിമോസ പറയുന്ന സമയത്താണ് യൂനോക്ക് ചുറ്റും ആ പ്രകാശമുള്ളത് അവൾ ശ്രദ്ധിക്കുന്നത്. യൂനോ, എന്തു പറ്റി?